അർജന്റീനയുടെ ഈ വലിയ മത്സരത്തിനായുള്ള കാത്തിരിപ്പിലാണ്, അതിൻ്റെ ആവേശത്തിലാണ് ആരാധകർ ഉള്ളത്. പ്രത്യേകിച്ച് ഇന്നത്തെ മത്സരം കുറച്ചുകൂടി കഴിഞ്ഞ തവണ പുലർച്ചെയായിരുന്നു മത്സരം, പക്ഷേ ഇന്ന് നമുക്ക് കൂടെ സൗകര്യമായ ഒരു സമയത്തായതുകൊണ്ട് തന്നെ ആരാധകർ കുറച്ചുകൂടി ആവേശത്തിലായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ മലപ്പുറത്ത് നിന്ന്, അതായത് കേരളത്തിൻ്റെ ഫുട്ബോളിൻ്റെ മെക്ക എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കാവുന്ന മലപ്പുറത്ത് നിന്നപ്പോൾ നിഖിൽ പ്രമേഷ് ഉണ്ട്. നിഖിലെ, കഴിഞ്ഞ മത്സരത്തിൽ മെസ്സി ഒരു സ്വപ്നതുല്യമായ തുടക്കം നൽകി, ഗോളുകളിലൂടെ ഹാട്രിക്കിലൂടെ വലിയ സന്തോഷം നൽകി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് മെസ്സിയിൽ നിന്ന് ആ റെക്കോർഡ് പ്രതീക്ഷിച്ച്, അങ്ങനെ ഒരു ആവേശം പ്രതീക്ഷിച്ചാണ് ഉണ്ടാകുന്നത്. എന്താണ് അവർക്ക് പറയാനുള്ളത്? അനിൽ, ഞാനുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ, അർജന്റീനയുടെ മത്സര ദിനത്തിൽ മട്ടൻ ബിരിയാണി വിതരണം ചെയ്തുകൊണ്ട് എല്ലാ മലയാളികൾക്കും എന്താണ് നമ്മുടെ ഫുട്ബോൾ പ്രേമം എന്ന് കാണിച്ചു കൊടുത്ത എടയാട്ടുപറമ്പ് ന്യൂ യുവതാര ക്ലബിന് മുന്നിലാണ്. അവരുടെ ആവേശം എന്ന് പറയുന്നത് ഈ കുഞ്ഞു കുട്ടികൾ മുതലുള്ള വലിയ ആളുകളിൽ വരെ അവരുടെ ആവേശം നിറഞ്ഞു നിൽക്കും. അവര് കഴിഞ്ഞ തവണ അങ്ങനെ മലയാളികൾക്കൊരു മാതൃകയാണ്. അവരൊക്കെ ഞെട്ടിച്ച ഒരു ഫുട്ബോൾ ആരാധകരാണ്. എന്തായാലും നമുക്ക് കുഞ്ഞു ആരാധകരിൽ നിന്ന് തുടങ്ങാം. മോനെ, എന്താ പേര്? നീ മെസ്സി ഫാനാണോ? എന്റെ ടീം ഏതാ? മെസ്സിയാണ് ടീം അല്ലേ? അർജന്റീനയാണ്. ഇന്ന് ജയിക്കോ അർജന്റീന? ഓക്കെ, ഇന്ന് എത്ര ഗോൾ അടിക്കും? ആര്, മെസ്സിയോ? മൊത്തത്തില് ടീം എത്ര ഗോൾ അടിക്കും? അടിക്കുന്ന പ്രതീക്ഷ സാധ്യതയുണ്ടോ? അല്ല, സാധ്യത കുറവാണെന്നുള്ള ഒരു ബ്രസീലാട്ടോ. അതെ, സാധ്യത കുറവാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഓസ്ട്രിയ അത്യാവശ്യം നല്ലൊരു ടീമാണ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നൊരു സ്കോർ എന്ന് പറയുന്നത് 2-1 അല്ലെങ്കിൽ 1-0 അങ്ങനത്തെ ഒരു രീതിയിലാണ്. അർജന്റീന ജയിക്കും. അപ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളിപ്പോൾ അർജന്റീനയും ബ്രസീലും അർജന്റീനയും ജർമ്മനിയും ഒന്നല്ലല്ലോ കളിക്കണ്ടേ. അതായത് ഓസ്ട്രിയ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം 41 റാങ്കിലുള്ള ടീമാണ്. അർജന്റീന എന്ന് പറയുന്നത് എത്ര, ഇപ്പോൾ റാങ്ക് 3-1. അപ്പോൾ നിലവിൽ 1ാം സ്ഥാനത്തുള്ള ടീമാണ്. അപ്പോൾ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഏകദേശം എത്രത്തോളം എത്തുന്നുള്ളത്. അപ്പോൾ എന്തായാലും അർജന്റീന ജയിക്കും, പക്ഷേ ചെറിയൊരു സ്കോർ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണ് ഈ ബ്രസീൽ ഫാൻസ് പറയുന്നതിനോട്? ബ്രസീൽ ഫാൻസിന് ഞങ്ങൾ അർജന്റീന ജയിക്കുന്ന പോലെ തന്നെ പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് അതിൽ കൂടുതൽ പറയാനില്ലല്ലോ. ഓൽക്ക് തന്നെ അറിയാം. 3-1 ഞാൻ പറഞ്ഞു, ഓല് 2-1. 3-1 എന്തായാലും ഞങ്ങൾ ജയിക്കും. പിന്നെ ഇപ്പോൾ ഈ പ്രാവശ്യം കപ്പടിക്കുന്നുള്ളത് ഞങ്ങൾക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഈ പ്രാവശ്യം കപ്പടിച്ചാൽ ഒന്നുകൂടി ഒരു ആട് ബിരിയാണി വെക്കാനാണ് അടുത്ത പ്ലാനിങ്. ഞങ്ങൾ ബ്രസീൽ പ്രാവശ്യം ഏതായാലും അർജന്റീന അടിക്കൂല. പക്ഷെ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പോരാട്ടം ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഒരു അൾജീരിയനായിട്ടല്ലേ അർജന്റീന കളിച്ചിട്ടുള്ളൂ. ഇനി ഒരുപാട് ടീമുകൾ ഇപ്പൊ ഈ തവണത്തെ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് 48 ടീമുകൾ മാറ്റിവെക്കുന്ന വേൾഡ് കപ്പാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 48 ടീമുകൾ മാറ്റിവെക്കുന്ന ഒരു വേൾഡ് കപ്പ് ഉണ്ടായത്. പക്ഷെ ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഇനി സെക്കൻഡ് വെച്ചാൽ 32, ഇനിയിപ്പോൾ ഓരോ ഇത് വരുന്നുണ്ട്, സെക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ആളുകൾ ഇപ്പോൾ നല്ല ടീമുകളായിട്ട് അർജന്റീന മുട്ടാൻ പോകുന്നുള്ളൂ. വീണ്ടും മട്ടൻ ബിരിയാണി വെക്കാൻ പോവാണ്. കപ്പടിച്ചാൽ എന്തായാലും അടുത്ത മട്ടൻ ബിരിയാണി ബ്രസീൽ കപ്പടിച്ചാലും അർജന്റീന കപ്പടിക്കില്ല. ബ്രസീലിന് എന്തായാലും ഒരു ചാൻസ് ഞങ്ങൾ കാണുന്നില്ല. എവിടെ ക്വാർട്ടർ സെമിയിലെത്തിയാൽ എന്തായാലും സെമിയിലെത്തുള്ളൂ. അതിന് മേൽക്ക് എന്തായാലും പോകില്ല. അർജന്റീന എന്തായാലും ഒരു കപ്പടിക്കാൻ ചാൻസ് കാണുന്നുണ്ട്. അല്ലേ, ഇപ്പോൾ ഈ ക്ലബ്ബ് നോക്കൂ, ന്യൂ യുവതാര ക്ലബ്ബ്, അവർ ഇവിടെ ഇരുന്നാണ് കളി കാണുന്നത്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും, അതായത് 10:00-ക്കാണെന്ന് മത്സരം, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അപ്പോഴേക്കും ഇവിടെയൊക്കെ ആളുകളെ കൊണ്ട് നിറയും. പുറത്തേക്കൊക്കെ ആളുകൾ വന്ന് ഇത് മലപ്പുറത്തിന്റെ ഓരോ ഒറ്റ കാര്യം, ഇന്നെന്താ മട്ടൻ ബിരിയാണിക്ക് പകരം ഇന്നുണ്ടോ മട്ടൻ ബിരിയാണി? അത് ചോദിക്കാം നമുക്ക്. അതായത് നിങ്ങൾ ഫസ്റ്റ് കളിക്ക് മട്ടൻ ബിരിയാണി കൊടുത്തു, ഇന്ന് എന്തെങ്കിലും കൊടുക്കണ്ടോ? ഇന്നില്ല, ഇനി കപ്പടിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ആത്മവിശ്വാസക്കുറവുള്ളൂ. അല്ല, ഇതിപ്പോ എന്തായാലും ഒരു മട്ടൻ ബിരിയാണി കൊടുത്ത്, പിന്നെ പോർച്ചുഗലിന്റെ കളിക്ക് ഞങ്ങൾ വേറെ കളി കൊടുത്ത്, സാധനങ്ങൾ കൊടുത്ത്, ഇനിയിപ്പോ എന്തായാലും കപ്പടിക്കണം. തുടങ്ങി ഒരു മട്ടൻ ബിരിയാണിയിൽ അവസാനിക്കട്ടെ എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.